നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്റെ ജീവിതത്തിൽ ഞാൻ ആരെയും നിർബന്ധിച്ച് കൈരേഖയോ മുഖലക്ഷണമോ പറയാറില്ല. പക്ഷേ കുട്ടി കടന്നുപോയപ്പോ കണ്ടത് പറയണമെന്ന് തോന്നി. പതിവില്ലാത്ത ഈ ദേവീ ദർശനം പോലും അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങിയല്ലേ ചെയ്തത്. അമ്മയുടെ കണ്ണുനീരിന്റെയും പ്രാർത്ഥനയുടെ ബലം കൊണ്ടും അച്ഛനെന്ന പുണ്യാത്മാവിന്റെ കാവൽ കൊണ്ടും മരണത്തിന്റെ കയ്യിൽ നിന്നും പലവട്ടം തിരിച്ചു വന്ന മോളല്ലേ. ഇനി പൊക്കോളൂ. ഒരു നിമിഷം നീ കൈ കൊടുക്കുമോളെ. എന്താ പറയുന്നേന്ന് നോക്കാം. മോളെ, എന്നെ പോലുള്ളവർ ഒരിക്കലും മുൻവിധി പറയാറില്ല. ഞങ്ങൾക്കതിനുള്ള അറിവോ അധികാരമോ ഈശ്വരൻ തന്നിട്ടില്ല. പക്ഷേ മുന്നറിയിപ്പ് തരും. അത് ഞങ്ങളുടെ നാവിലേക്ക് ഈശ്വരൻ പകർന്നു തരുന്നതെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. മോളെ കണ്ടപ്പോ ഇങ്ങനെയൊക്കെ പറയണമെന്ന് തോന്നി. ക്ഷമിക്കണം, ഞാൻ ധിക്കരിച്ചതോ കളിയാക്കിയതോ ഒന്നുമല്ല. എനിക്ക് താല്പര്യമില്ലാത്തോണ്ട് പറഞ്ഞതാ. ആ, ഇങ്ങനെയൊക്കെയല്ലേ വിശ്വാസം വരുന്നത്. മോളൊരമ്മയാകാൻ പോവുകയാണല്ലേ. ഇത് മോളുടെ രണ്ടാമത്തെ കുഞ്ഞാണല്ലേ. അതെ, അതെങ്ങനെ മനസ്സിലായി? ആ ചോദ്യത്തിന് പ്രസക്തിയില്ല അമ്മേ. മനസ്സിൽ തോന്നിയത് പറയുന്നു എന്ന് മാത്രം. ആദ്യം വന്നുപോയത് മോളായിരുന്നു. ചില ദുഷ്ടശക്തികൾ ആ പിഞ്ചു കുഞ്ഞിനെ നശിപ്പിച്ചുവല്ലേ. അവരിപ്പോഴും മോളുടെ പിന്നാലെ തന്നെ ഉണ്ടല്ലോ. ഇനിയും പല രീതിയിലുള്ള ആക്രമണ സ്വഭാവം ഉണ്ടാകും. സൂക്ഷിക്കണം. മോളെ, ദൈവവും ചെകുത്താനും നന്മയും തിന്മയുമെല്ലാം ഈ പ്രപഞ്ചത്തിലുള്ളതാ. ദൈവത്തിന്റെ ലക്ഷ്യം ചെകുത്താനെ ഉന്മൂലനം ചെയ്യുക എന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ലക്ഷ്യം തിന്മയെ ഉന്മൂലനം ചെയ്യുക എന്നതാണ്. അതുകൊണ്ട് ഒന്ന് നിസാരമായി കാണരുത്. കുട്ടിക്ക് ചുറ്റും കഴുകക്കണ്ണുകളുമായി ഇപ്പോഴും ചില ദുഷ്ടശക്തികളുണ്ട്. പ്രാർത്ഥന മുടക്കണ്ട. വഴിപാടുകളും. ഈശ്വരൻ രക്ഷിക്കട്ടെ.